നമസ്കാരം. ഗാസയുടെ നിയന്ത്രണം ഏറ്റെടുക്കാനും പലസ്തീനികളെ അവിടെ നിന്ന് മാറ്റിപ്പാർപ്പിക്കാനുമുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശം നിരസിച്ചിരിക്കുകയാണ് ഹമാസ്. ട്രംപിന്റെ ഈ പദ്ധതിയെ വംശീയത എന്നും പലസ്തീൻ ലക്ഷ്യത്തെ ഉന്മൂലനം ചെയ്യാനുള്ള നഗ്നമായ ശ്രമം എന്നുമാണ് ഹമാസ് നേതാവായ ഇസ്സത്ത് അൽ റിഷക്ക് വിമർശിച്ചത്. ട്രംപിന്റെ പദ്ധതി പലസ്തീനികളുടെ സ്ഥാപിതമായ ദേശീയ അവകാശങ്ങൾ നിഷേധിക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. 15 മാസത്തിലേറെയായി തുടർച്ചയായ ബോംബാക്രമണത്തെ അതിജീവിച്ചവരാണ് ഗാസയിലെ പലസ്തീൻ ജനതയെന്നും അവരെ പിഴുതെറിയാൻ ലക്ഷ്യമിട്ടുള്ള ഒരു പദ്ധതിയും പലസ്തീനിലെ ജനങ്ങൾ അംഗീകരിക്കില്ലെന്നുമാണ് ഇസ്സത്ത് വ്യക്തമാക്കുന്നത്. ട്രംപിന്റെ നിർദ്ദേശങ്ങളെ മേഖല മുഴുവൻ കുഴപ്പങ്ങളും പിരിമുറുക്കവും സൃഷ്ടിക്കുന്നതിനുള്ള ഒരു പാചക കുറിപ്പ് എന്നാണ് മറ്റൊരു മുതിർന്ന നേതാവായ സാമി അബു സുഹ്രി വിശേഷിപ്പിച്ചത്. ഗാസ മുനമ്പിലെ ജനങ്ങൾ ഈ പദ്ധതികൾ നടപ്പിലാക്കാൻ അനുവദിക്കില്ലെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഗാസയിലെ ജനങ്ങൾക്കെതിരായ ഇസ്രയേൽ അധിനിവേശവും ആക്രമണവും അവസാനിപ്പിക്കുകയാണ് വേണ്ടത്, അല്ലാതെ അവരെ അവരുടെ നാട്ടിൽ നിന്ന് പുറത്താക്കുകയല്ല വേണ്ടതെന്നും ട്രംപിന്റെ പദ്ധതി അബു സുഹ്രി രൂക്ഷമായി വിമർശിച്ചിരുന്നു. അതേസമയം ട്രംപിന്റെ പരാമർശങ്ങൾ ലോകമെമ്പാടും വിമർശനത്തിനിടയാക്കിയിരിക്കുകയാണ്. പലസ്തീനികളെ കുടിയിറക്കാനുള്ള ശ്രമത്തെ ആദ്യം നിരസിച്ചത് തുർക്കിയും ഈജിപ്തുമാണ്. തുർക്കി വിദേശകാര്യമന്ത്രി ഹക്കാൻ ഫിദാനും ഈജിപ്ഷ്യൻ വിദേശകാര്യമന്ത്രി ബദർ അബ്ദുലാറ്റിയും തമ്മിൽ തുർക്കിയിലെ അങ്കാരയിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുറത്തിറക്കിയ ഔദ്യോഗിക പ്രസ്താവനയിൽ പലസ്തീനികളെ മാറ്റിപ്പാർപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഏതൊരു നടപടിയും അംഗീകരിക്കാനാകില്ല എന്ന് വ്യക്തമാക്കിയിരുന്നു. ഇത് സംഘർഷം രൂക്ഷമാക്കുകയും സമാധാന ശ്രമങ്ങളെ അപകടത്തിലാക്കുമെന്നും ഇവർ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. പ്രധാന അമേരിക്കൻ സഖ്യകക്ഷികളായ സൗദി അറേബ്യയും ട്രംപിന്റെ നിർദ്ദേശം ശക്തമായി നിരസിച്ചിട്ടുണ്ട്. ഗാസയിലെ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുക എന്ന ആശയം പലസ്തീൻ ജനതയുടെ നിയമാനുസൃത അവകാശങ്ങളുടെ മേലുള്ള ലംഘനമാണ് എന്നാണ് വിശേഷിപ്പിച്ചത്. സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കാതെ ഇസ്രയേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കില്ലെന്ന് സൗദി വിദേശകാര്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ദ്വിരാഷ്ട്ര പരിഹാരത്തിനുള്ള പിന്തുണ ഓസ്ട്രേലിയയും ന്യൂസിലൻഡും ആവർത്തിച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഭാവിയിൽ ഗാസയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ നിർദ്ദേശങ്ങളെക്കുറിച്ചും കൂടുതൽ അഭിപ്രായം പറയില്ലെന്നുമാണ് അവർ പറയുന്നത്. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവോടൊപ്പം നടത്തിയ സംയുക്ത പത്രസമ്മേളനത്തിലാണ് ഇസ്രയേലിനും ഹമാസും തമ്മിലുള്ള 15 മാസത്തെ സംഘർഷത്തെ തുടർന്ന് തകർന്ന് തരിപ്പണമായ ഗാസയെ പുനർനവീകരിക്കാനായി അമേരിക്ക ഏറ്റെടുക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നത്. ഗാസയെ മിഡിൽ ഈസ്റ്റിന്റെ പുത്തൻ നഗരമാക്കി മാറ്റുക എന്നതാണ് തന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം വിശേഷിപ്പിച്ചിരുന്നു. പ്രദേശം വൃത്തിയാക്കാനും അടിസ്ഥാന സൗകര്യങ്ങൾ പുനർനിർമ്മിക്കാനും തൊഴിലവസരങ്ങളും പാർപ്പിടങ്ങളും സൃഷ്ടിക്കാനുമുള്ള അമേരിക്കയുടെ പദ്ധതിയെ അദ്ദേഹം വിശദീകരിച്ചു. ഗാസയ്ക്ക് പുറത്ത് പലസ്തീനികളെ സ്ഥിരമായി പുനരധിവസിപ്പിക്കണമെന്നും തന്റെ മുൻ ആഹ്വാനവും അദ്ദേഹം ആവർത്തിച്ചയച്ചു. ഗാസയ്ക്ക് പുറത്ത് പലസ്തീനികളെ സ്ഥിരമായി പുനരധിവസിപ്പിക്കണമെന്ന തന്റെ മുൻ ആഹ്വാനവും അദ്ദേഹം ആവർത്തിച്ചറിയിക്കുന്നുണ്ട്.